ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിയറ്റ്നാം പ്രധാനമന്ത്രിയുമായുള്ള വെർച്വൽ കൂടിക്കാഴ്ച നാളെ. രാജ്യത്ത് കോവിഡ് മരണനിരക്ക് കുറയുന്നു. 1.45% നിലവിലെ മരണനിരക്ക്. കേരളത്തിൽ ഇന്ന് 5711 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4471 പേർക്ക് രോഗമുക്തി. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ. സത്യപ്രതിജ്ഞ ചടങ്ങ് കോവിഡ് മാനദണ്ഡം പാലിച്ച് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നേപ്പാളിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് പിരിച്ചുവിട്ടു. 2017 അധികാരമേറ്റ പാർലമെന്റാണ് പിരിച്ചുവിട്ടത്. ISL ഫുട്ബോളിൽ വൈകിട്ട് നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും ഏറ്റുമുട്ടുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രധാനമന്ത്രി നയൻ ഷുവാൻ ഫുക്കുമായി നാളെ വെർച്വൽ കൂടിക്കാഴ്ച നടത്തും. വിവിധ ഉഭയകക്ഷി, ആഗോള, പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യ വിയറ്റ്നാം നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാവി വികസനത്തിന് തുടക്കം കുറിക്കാൻ ചർച്ച വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 13-ന് ഇരു രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും കോവിഡ് പ്രതിസന്ധി വിഷയം സംബന്ധിച്ച് ടെലിഫോൺ സംഭാഷണം നടത്തി. കഴിഞ്ഞ മാസം 27-നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രതിരോധ മന്ത്രിയുമായി ഓൺലൈൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ദ്വിദിന ബംഗാൾ സന്ദർശനം അവസാനഘട്ടത്തിൽ. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ദേശീയ നേതാക്കളെ പ്രചോദിപ്പിക്കാൻ ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ആദർശങ്ങൾക്ക് സാധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ. ഇന്ന് രാവിലെ ശാന്തിനികേതനിലെ വിശ്വഭാരതി സർവകലാശാല സന്ദർശിച്ച ശ്രീ അമിത്ഷാ ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വിശ്വഭാരതിയെ സാംസ്കാരിക പരിപാടികളുടെ മുഖ്യ കേന്ദ്രമാക്കി മാറ്റാൻ ഗുരുദേവന് സാധിച്ചുവെന്നും അദ്ദേഹം വിലയിരുത്തി. തുടർന്ന് സർവകലാശാലയിലെ സംഗീത ഭവൻ സന്ദർശിച്ച ശ്രീ ഷാ പ്രത്യേക നൃത്ത പരിപാടിയും ആസ്വദിച്ചു. വിശ്വഭാരതി സർവകലാശാലയുടെ മുഖ്യ കാര്യാലയത്തിന് മുമ്പിലുള്ള പാതയെ വിവേകാനന്ദ സരണി എന്ന് ആഭ്യന്തരമന്ത്രി നാമകരണം ചെയ്തു. BJP ദേശീയ ഉപാധ്യക്ഷൻ മുകുൾ റോയ് അടക്കമുള്ള ഉന്നത നേതാക്കൾ ശ്രീ ഷായെ അനുഗമിച്ചു. മിഡ്നാപൂരിൽ ഇന്നലെ നടന്ന ബഹുജന റാലിയെ അഭിസംബോധന ചെയ്യവേ 200 സീറ്റുകൾ അധികം നേടിക്കൊണ്ട് BJP പശ്ചിമബംഗാളിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇന്നലെ നടന്ന റാലിയിൽ തൃണമൂൽ കോൺഗ്രസ് വിമത നേതാവ് സുവേന്ദു അധികാരി BJPയിൽ ചേർന്നിരുന്നു. TMC, CPM, CPI, കോൺഗ്രസ് പാർട്ടികളിൽ നിന്നുള്ള 9 MLA-മാരും ഇന്നലെ BJPയിൽ അംഗത്വം നേടി. പശ്ചിമബംഗാളിലെ മമതാ ബാനർജി ഭരണകൂടത്തിന്റെ അഴിമതി ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുള്ളതായി ആഭ്യന്തരമന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് കോവിഡ് മരണനിരക്ക് 1.45% കുറഞ്ഞു. നിലവിൽ ചികിത്സയിൽ കഴിയുന്നതിൽ 40% പേർ കേരളത്തിലും മഹാരാഷ്ട്രയിലുമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് ആകെ രോഗബാധിതരുടെ 3.04%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 29,000-ലേറെ പേരാണ് രോഗമുക്തി നേടിയത്. 95.51% രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 26,624 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇന്നലെ 341 പേരാണ് കോവിഡ് മൂലം മരിച്ചത്. കേരളത്തിൽ ഇന്ന് 5711 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4471 പേർ രോഗമുക്തി നേടി. 5058 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 501 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോട്ടയം 905, മലപ്പുറം 662, കോഴിക്കോട് 650, എറണാകുളം 591, കൊല്ലം 484, തൃശൂർ 408, പത്തനംതിട്ട 360, തിരുവനന്തപുരം 333, കണ്ണൂർ 292, ആലപ്പുഴ 254, പാലക്കാട് 247, ഇടുക്കി 225, വയനാട് 206, കാസർഗോഡ് 94 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 53,858 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.60%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 30 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2816 ലോകത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2.11 കോടി കവിഞ്ഞു. 17 ലക്ഷത്തോളം പേരാണ് വിവിധ രാജ്യങ്ങളിലായി ഇതുവരെ മരണമടഞ്ഞത്. പുതുതായി 29,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ച റഷ്യയിൽ 511 പേർ ഇന്നലെ മരണമടഞ്ഞു. ഉക്രൈൻ, പോളണ്ട് എന്നിവിടങ്ങളിൽ ഇന്നലെ 8,000-ലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്.
അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ 100ാം വാർഷിക ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച ഉദ്ഘാടനം ചെയ്യും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തപാൽ സ്റ്റാമ്പിന്റെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിക്കും. സർവകലാശാല ചാൻസലർ സെയ്ദിന മുഫ്ദൽ സൈഫുദ്ദീനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാലും ചടങ്ങിൽ പങ്കെടുക്കും. ജമ്മുകശ്മീരിലെ ജില്ലാ വികസന സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 8ാം ഘട്ടവും നല്ല രീതിയിൽ പൂർത്തിയായതിൽ സന്തോഷമുണ്ടെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു. ജനാധിപത്യ പ്രക്രിയയോട് ജനങ്ങൾ സ്വീകരിച്ച സമീപനം പ്രതീക്ഷ ഉണർത്തുന്നതാണ്. ഏറ്റവും താഴെത്തട്ടിലെ ജനങ്ങൾ പോലും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കോവിഡ് മാനദണ്ഡം പാലിച്ച് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഏതെങ്കിലും അംഗം കോവിഡ് പോസിറ്റീവ് ആകുകയോ ക്വാറന്റൈനിൽ പ്രവേശിക്കുകയോ ചെയ്താൽ ആ വിവരം ബന്ധപ്പെട്ട വരണാധികാരിയെ മുൻകൂട്ടി അറിയിക്കണം. ഇത്തരത്തിലുള്ള അംഗങ്ങൾ PPE കിറ്റ് ധരിച്ച് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് നേരിട്ട് ഹാജരായി സത്യപ്രതിജ്ഞ ചെയ്യണം. മറ്റെല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമാണ് ഇവർക്ക് അവസരം. ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കൌൺസിലുകളിലും രാവിലെ 10-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതാത് സ്ഥാപനങ്ങളിലെ വരണാധികാരികൾക്കാണ് ചുമതല. കോർപ്പറേഷനുകളിൽ രാവിലെ 11:30 ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് ജില്ലാ കളക്ടർ നേതൃത്വം നൽകും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ നടപടികളുടെ ഭാഗമായി നവംബർ 16 പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അപേക്ഷയും പരാതിയും ഡിസംബർ 31 വരെ സമർപ്പിക്കാം. 2021 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയാകുന്ന അർഹരായ എല്ലാ പൌരന്മാർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും നിലവിലെ വോട്ടർമാർക്ക് പട്ടികയിലെ വിവരങ്ങളിൽ നിയമാനുസൃത മാറ്റങ്ങൾ വരുത്തുന്നതിനും അവസരമുണ്ട്. വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയും www.nvsp.in എന്ന വെബ്സൈറ്റ് മുഖേനയും അക്ഷയ സെന്ററുകളിലും തിരുത്തലും പേരുചേർക്കലും നടത്താം. നേപ്പാളിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ അഭ്യർത്ഥന പ്രകാരം രാഷ്ട്രപതി ബിന്ദ്യാദേവി ഭണ്ഡാരി നേപ്പാൾ പാർലമെന്റ് പിരിച്ചുവിട്ടു. തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഏപ്രിൽ 30, മെയ് 10 എന്നീ തീയതികളിൽ നടക്കുമെന്നും രാഷ്ട്രപതിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ഒലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗമാണ് പാർലമെന്റ് പിരിച്ചുവിടാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചത്. 2017 നിലവിൽ വന്ന പാർലമെന്റിൽ 275 അംഗങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 15 പേർക്ക് പരിക്കേറ്റു. രാജ്യതലസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് സ്ഫോടനമുണ്ടായതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. ഇതുവരെ ആരും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ BJPയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് അസം BJP അധ്യക്ഷൻ രഞ്ജിത് കുമാർ ദാസ്. ലോക്സഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നടത്തിയ മികച്ച പ്രകടനം ഇതിന് തെളിവാണെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അനധികൃതമായി അസമിൽ താമസിക്കാൻ BJP നേതൃത്വം നൽകുന്ന ഭരണകൂടം ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചിയിലെ ഷോപ്പിംഗ് മാളിൽ യുവനടിയെ അപമാനിച്ച പ്രതികളെ തിരിച്ചറിഞ്ഞു. നടിയോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും നിയമോപദേശം കിട്ടിയതുകൊണ്ടാണ് ഒളിവിൽ പോയതെന്നും മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ പ്രതികൾ പറഞ്ഞു. നടിയോടും കുടുംബത്തോടും ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രതികൾ പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റിക്ക് വിജയം. ഹൈദരാബാദിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മുംബൈ പരാജയപ്പെടുത്തിയത്. രണ്ടാമത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളുമായി ഏറ്റുമുട്ടുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിയറ്റ്നാം പ്രധാനമന്ത്രിയുമായുള്ള വെർച്വൽ കൂടിക്കാഴ്ച നാളെ. രാജ്യത്ത് കോവിഡ് മരണനിരക്ക് കുറയുന്നു. 1.45% നിലവിലെ മരണനിരക്ക്. കേരളത്തിൽ ഇന്ന് 5711 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4471 പേർക്ക് രോഗമുക്തി. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ. സത്യപ്രതിജ്ഞാ ചടങ്ങ് കോവിഡ് മാനദണ്ഡം പാലിച്ച് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നേപ്പാളിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് പിരിച്ചുവിട്ടു. 2017 അധികാരമേറ്റ പാർലമെന്റാണ് പിരിച്ചുവിട്ടത്. ISL ഫുട്ബോളിൽ വൈകിട്ട് നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും ഏറ്റുമുട്ടുന്നു. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.